ഇന്ന് പീക്കൂസാണോ ഇൻട്രോ എടുക്കുന്നത്? ഓക്കെ, പറ. ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എന്ന് പറ. മമ്മയുടെ പോലെ ഇൻട്രോ എടുക്ക്. മമ്മക്ക് എന്താ പ്രാന്തായോ എന്നുള്ള നോട്ടാണ് ഇപ്പം നോക്കിയത്. ഇന്ന് ഞാനും പീക്കൂസും കുക്ക് ചെയ്യാൻ പോവാണ്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. വീട്ടിലിങ്ങനെ ഇരിക്കാൻ ഭയങ്കര സുഖം, നല്ല സുഖം. ഞങ്ങളിങ്ങനെ ഞാനും പീക്കൂസും ഒരു ബെഡ്ഷീറ്റും ഇട്ടിട്ട് ഇങ്ങനെ മൂടി പൊതച്ച് പാട്ടും കേട്ട് ഇങ്ങനെ കുറേ നേരമൊക്കെ ഇരിക്കുന്നു. അപ്പം എനിക്ക് ചെമ്മീൻ പയർ കഴിക്കാൻ ഭയങ്കര പൂതി. നല്ല കട്ടൻ ചായ, അങ്ങനെ നമുക്ക് പറയില്ലേ എന്തൊക്കെയോ കഴിക്കാനൊരു പൂതി എന്നൊക്കെ. അങ്ങനെ എനിക്കിന്ന് ചെമ്മീൻ പയറും രാത്രി ചെമ്മീൻ പയറും നല്ല ചോറും കൂട്ടിയിരിക്കുക കഴിക്കണം. ഇന്ന് എവിടേക്കാ ചാടിപ്പോണ്? ഹലോ ഹലോ, ഇങ്ങോട്ട് വാ. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ സാധനങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ ലുലു മോളിൽ പോവാണ്. ചെമ്മീനും പയറും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണെങ്കിലും ഇങ്ങനെ ഭയങ്കര കംഫോർട്ട് ചെയ്യുകയാണെങ്കിലും എനിക്ക് എന്തെങ്കിലും സ്ഥിരം ഉണ്ടാക്കണേക്കാൾ വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. എനിക്ക് കുക്ക് ചെയ്യണം. നമ്മൾ സ്ഥിരം വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ടല്ലോ, അതല്ലാതെ നാവിന് പെട്ടെന്നൊരു കൊതി വരും. ഇന്ന സാധനം കഴിക്കണം. ചിലപ്പോൾ കപ്പയും മീൻകറി ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇന്ന് എനിക്ക് കഴിക്കേണ്ടത് ചെമ്മീൻ പയറും ചോറുമാണ് എനിക്കിന്ന് കഴിക്കേണ്ടത്. സോ ഞാനും പീക്കൂസും പോവാണ്. ഞങ്ങളിത് റെഡിയായി. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. പീക്കൂസ് റെഡിയായി. പീക്കൂസിൻ്റെ ഫുൾ ഒരു ഇത് കാണിച്ചു കൊടുക്കും. പീക്കൂസെ സുന്ദരിയായിട്ടില്ലേന്ന് കാണിച്ചു കൊടുക്കും. എല്ലാം നമുക്ക് ഉടുപ്പൊക്കെ കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി വഴിയിൽ നിന്ന് ഓട്ടോലിയ റൈഡ് എന്ത് ഇഷ്ടമെന്ന് പറയും പീക്കൂസിന്. ഞങ്ങൾ മിക്ക ദിവസം ഓട്ടോ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഓട്ടോ അവൾക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പോഴേക്കും അവൾ കിടന്ന് ഉറങ്ങും. അത്ര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മഴയിൽ ഓട്ടോയിൽ ഇങ്ങനെ പോകാൻ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളുടെ ഷോപ്പിങ്ങും ചെമ്മീൻ പയറിനുള്ള സാധനങ്ങളും പിന്നെ കുക്കിങ്ങും എല്ലാം കൂടിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയണത്. അല്ലേ പൂച്ചേ? അല്ലേ? ചിരിക്കണ് കണ്ടില്ലേ? പീക്കൂസിന് വേണോ ചെമ്മീനും പയറും ചോറും വേണോ? കുറച്ചും കൂടി ബിഗ് ആയാലല്ലേ മമ്മാക്ക് ഇങ്ങനെ ഉരുളൊക്കെ കൂട്ടിയിട്ട് തരാൻ പറ്റുള്ളൂ. ഞം 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 പറഞ്ഞിട്ട് അല്ലേ? ഇതാണ് പീക്കൂസിൻ്റെ ഡ്രസ്സ് കേട്ടോ. ഇത് പീക്കൂസ് ഇന്നലെ മേടിച്ച ഷൂ ആണ്, പുതിയ ഷൂ. പീക്കൂസിൻ്റെ ഷൂ കാണിച്ചു കൊടുക്ക്. ഓക്കേ, പീക്കൂസിൻ്റെ ഷൂ ആണ്. ഇത് പൂരി എടുക്കും, എന്നിട്ട് ഞങ്ങളത് കടിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഹോബി എന്ന് പറയണത്. ഞങ്ങളിതേ പോവാണ്. അതെ വലിച്ചെറിഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഇതേ വലിച്ചെറിഞ്ഞിട്ട് ഇതേ എത്തിച്ച് നോക്കണു. അയ്യോ, ഷൂ പോയി. എന്താ ചെയ്യാ? അയ്യേ ഉമ്മിമ്മ. എങ്ങനെ നമ്മൾ വിളിക്കാം? ഉമ്മിമ്മ എന്ന് വിളിച്ചേ. ഉമ്മിമ്മ വായോ. റെഡിയാവും ഉമ്മിമ്മ എന്ന് പറ. ഉമ്മിമ്മ പെട്ടെന്ന് റെഡിയാവും. ഞങ്ങൾ റെഡിയായി എന്ന് പറയും. പെട്ടെന്ന് റെഡിയായി. പീക്കൂച്ച് റെഡിയായി. ബോറടിക്കണെന്ന് പറ. ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ എൻ്റെ കയ്യിലും കിടന്ന് കുഞ്ഞാൾ ഉറങ്ങി. എൻ്റെ തോളിലും അങ്ങനെ കിടന്ന് അങ്ങനെ ഉറങ്ങിട്ടോ. ഇത്രയും നേരം കളിച്ചിരിച്ച് നടന്നിരുന്ന ആള് ഇനിയിപ്പോൾ അത് ഉമ്മ ഓട്ടോ വിളിക്കാൻ പോയിട്ടുണ്ട്. ഓട്ടോ വിളിച്ചിട്ട് വരും. ഞാൻ ഓട്ടോ വിളിക്കാൻ ഇറങ്ങിയത്, പക്ഷേ മഴ പുറത്തിറങ്ങിയപ്പോൾ. അപ്പോൾ ഇവളെയും കൊണ്ട് അത് വിളിക്കൽ നടക്കില്ല. അപ്പോൾ ഉമ്മ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. മഴ കൂടിയോ? ഉമ്മ പീക്കൂസിനെ പിടിച്ചു. ഞാൻ വിളിച്ചു കൊണ്ടുവരാം. ഹലോ, പോസ് ചെയ്തത് മതി. അയ്യോ അറിയല്ല, പാവം. ഈ കൊച്ചുണ്ടാപ്രിക്ക് ഈ ട്രോളി കയറിയിരുന്ന് സവാരി ചുറ്റാനാട്ടോ ഏറ്റവും ഇഷ്ടം. അതാണ് ഈ ഷോപ്പിംഗ് എന്നെ ഇത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോണ്ടല്ലോ ആളുടെ വീഡിയോ നോക്കിയിട്ട് ആളെന്നെ ഒറ്റയ്ക്ക് ചിരിച്ചിരിക്കുക. ഇപ്പം നമ്മൾ സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ആളിങ്ങനെ പോസ് ചെയ്ത് തരും, ചിരിച്ച് പോസ് ചെയ്ത് തരും. വലിയ ആളാണെന്ന വിചാരം. എന്താന്ന് നോക്ക്, ഒരു 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 മാസമാവും ഉറുമി പെണ്ണിന്.
അങ്ങനെ ഞങ്ങൾ ചെമ്മീൻ മേടിക്കാൻ നിൽക്കാം കേട്ടോ. ചെമ്മീൻ അപ്പോൾ ഞാൻ വിചാരിക്കും പലതരം ചെമ്മീനുകൾ പലതരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഏതാണ് നല്ലത്? ക്ലീൻ ആക്കിയ ചെമ്മീനുണ്ട്, ശരിക്കും മൊത്തത്തിലുള്ള ചെമ്മീനുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള ചെമ്മീൻ എടുക്കുന്നതായിരിക്കും ലാഭം എന്ന് ഞാൻ വിചാരിച്ചിട്ട് അത് ഞാൻ എടുത്ത് അങ്ങനെ ചെമ്മീൻ തൂക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീൻ്റെ പലതരം സാധനങ്ങൾ, ചെമ്മീൻ ഇങ്ങനെ പൊരിച്ചിട്ട് ആ മസാലയോടെ ചോറ് അതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുമല്ലോ, അതൊക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം. ഇപ്പോൾ അതേപോലെ ചെമ്മീനും മേടിക്കാൻ വന്നിട്ട് ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ മേടിച്ചു. ഇതിനെ മേടിച്ചതല്ല കേട്ടോ, ഇതെന്റെയാ, ഇതിനെ ഞാൻ കൊടുക്കുന്നില്ല. ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങി ഷോപ്പിൽ നിന്ന്. അപ്പോൾ എനിക്കിനി പിന്നെ ഞാൻ ഓരോ സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ച സാധനങ്ങൾ. നമ്മൾ തുടങ്ങിയ വീഡിയോ ചെമ്മീനും പയറും ആണെങ്കിൽ അത് മാത്രം ഉണ്ടാക്കിയില്ല. പക്ഷെ അതല്ലാതെ വേറെ വിശേഷമുണ്ട്. അഫ്സു അഞ്ചു വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി എത്തി. അതുകൊണ്ട് എനിക്ക് ചെമ്മീനും പയറും ഉണ്ടാക്കാൻ പറ്റിയില്ല, മൊത്തത്തിൽ തിരക്കായിപ്പോയി. ഇന്ന് നമ്മള് ചെമ്മീനും പയറിനും പകരം NMR ബിരിയാണി കഴിക്കാൻ പോവാണ്. പാലക്കാട് വന്നു കഴിഞ്ഞാൽ റാവുത്തർ ബിരിയാണി ആരും മിസ്സാക്കാറില്ല. നമ്മുടെ തൊട്ടപ്പുറത്തെ റോട്ടിലാണ് NMRന്റെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ പോയി ബിരിയാണി കഴിക്കാൻ പോവാണ്. ഒരാള് ഇതേ ഇവിടെ എന്റെ കുട്ടീനെ കാണുന്നില്ലേ? അയ്യോ, എന്റെ കുട്ടീനെ കാണുന്നില്ലേ? ഹലോ, എന്റെ കുട്ടീനെ കാണുന്നില്ലേ? ഹലോ. ഇവരുടെ വലുതിനൊക്കെ തിരക്കുണ്ട്, അവിടെയും ഭയങ്കര തിരക്കാ. പക്ഷെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നെങ്കിലും ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ NMRന്റെ തൊട്ടപ്പുറത്തത് ഇവിടെയാണ് നമ്മുടെ വീട്. നടന്നു വരാനുള്ള ദൂരം, പക്ഷെ ഒരു കാര്യമില്ല. അപ്പൊ അതെ ബാക്കിയുള്ളവരൊക്കെ തിരിച്ച് അതേ സ്പീഡിൽ പോകുന്നുണ്ട്. ഞാനും അഞ്ചും പാർസലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 2 വീടേയും മേടിച്ചു. നമ്മളിതേ വീട് എത്തിയിട്ടോ, പാഴ്സലൊക്കെ മേടിച്ച് നമ്മൾ വീടെത്തി. നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു വൈകിട്ടായപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് എല്ലാവരും മൂന്നാർ, വയനാട് പല പല സ്ഥലങ്ങൾ പോകുമ്പോൾ എന്തുകൊണ്ട് പാലക്കാടിൻ്റെ ഭംഗി ആരും പറയുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പാലക്കാടുണ്ടല്ലോ മഴക്കാലത്ത് കാണണം. ഇത്ര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയാൻ പറ്റില്ല പാലക്കാടിൻ്റെ ഭംഗി. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ കൊല്ലങ്ങോട് വന്നിട്ടോ. കൊല്ലങ്ങോട് എത്തി. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചന്ദ്രേട്ടൻ്റെ ചായക്കട. കാരണം ഞാൻ കൊല്ലങ്ങോട് വീഡിയോസ് കണ്ട ഫസ്റ്റ് കാണാറ് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലത്തെയാണ് എല്ലാവരും കാണാറ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പൊറോട്ടയും ബീഫും കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഇവിടെ എത്തി. നമ്മൾ ചിങ്ങഞ്ചിറ വന്നേക്കാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കോവിലാണ്. അവിടേക്ക് കറുപ്പ് സ്വാമി ക്ഷേത്രമാണ്. കോവിലെന്ന് എനിക്കറിയില്ല കോവിലാണോ പറയാന്നുള്ളത്. ഇവിടെ ഒരു കോഴീനെ അറക്കുന്നൊക്കെ ഉണ്ട്.
എന്നിട്ട് ആ കോഴീനെ അറുത്തിട്ട് അത് വെച്ചിട്ട് ഇവിടെ ഒരു കറി പോലൊക്കെ വെച്ച് അവരുടെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ കൂടി കഴിക്കും. ഇത് ഇവിടുത്തെ ഒരു നേർച്ച പോലെയാട്ടോ ചെയ്യുന്നത്. എന്താ ഇല്ല, ഓക്കെ, പോയിക്കോ പോയിക്കോ. വീഡിയോ ഒക്കെ ഉള്ളത് കിട്ടി. ഹലോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മളെ മലമ്പുഴയ്ക്ക് എത്തി. കവയിൽ വന്നു കേട്ടോ. കവയിൽ കുറേ നേരം ഞങ്ങൾ വെള്ളത്തിൽ കളിച്ച്. ഇന്ന് രാത്രി അഫ്സും അഞ്ചും തിരിച്ചു പോകും കേട്ടോ. നമുക്ക് വീടെത്തിയിട്ട് വേണം അവർക്ക് തിരിച്ചു പോവാൻ. ഈ നാളെ ജോലിക്ക് പോകണ്ടേ? എത്തി ഉടനെ അപ്പം ഇറങ്ങേണ്ടി വരും. ബൈ പറയ്, നമ്മൾ നിർത്താൻ പോവാന്ന് പറയ്. ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു എന്ന്. ആ ബൈ ബൈ. ഞങ്ങൾ കുളിക്കാൻ പോവാണ്. അതെ, കുളിക്കാൻ പോണേക്കാളും മുമ്പ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ അല്ലേ? ഒരു ഉമ്മ കൊടുക്കോ, ഉമ്മ കൊടുക്കോ. ഉമ്മ. അഫ്സു പാപ്പി അഞ്ചുമ്മയും പോയി എന്ന് പറയും. അഫ്സു പാപ്പി അഞ്ചുമ്മയും പോയി. ആ പോയി. ആ പോയി. ഇല്ല, തരൂല. ഓക്കെ ബൈ ബൈ. ഇന്ന് ബൈ പറയുന്നത്.